രാത്രി മുറിയിൽ വരണം. മൂന്നാമത്തെ കോണിപ്പടി ഇളകും, സൂക്ഷിക്കണം. നീ എന്തേ വരാഞ്ഞത്? വരണം. എന്റെ ഭഗവാനെ, അമ്മേ, കുറച്ച് വെള്ളം. മോളില് വെള്ളം കൊണ്ടു കിട്ടില്ലേ കുഞ്ഞുമാളു? പൂച്ച തട്ടിമറിച്ചു. വെള്ളം കൊണ്ടു കൊടുക്കേ. കുഞ്ഞുമാളു, ദീപം. നീ ഇന്ന് വരണം. നീ എന്തിനാ ഭയപ്പെടുന്നത്? ഞാനില്ലേ പെണ്ണെ, നിനക്കെന്നും ഞാനുണ്ട്.
പരീക്ഷയുടെ കാര്യത്തില് എന്താ അത്ര പേടി? ഒരു പേപ്പറ് ആകെ തകരാറിലായിരുന്നു. സാരില്ല, ഒന്നും പറ്റില്ല. സംശയം ഉണ്ടെങ്കിൽ ഞാൻ തീർത്തുതരാം. ചിരിക്കണ്ട, ഇത് കളിയല്ല, അറിയാനൊക്കെ വഴിയുണ്ട്. ബോർഡ് ഓഫ് എക്സാമിനേഴ്സ് നീയോ? എന്താ പറഞ്ഞേ? മാർക്കിടുന്നത് നീ അല്ലല്ലോ എന്ന്. ഞാനിടണ്ട, എല്ലാം അറിയണ ഒരാളുണ്ടല്ലോ. ഉറങ്ങിക്കോളൂ. അമ്മണി, നേരത്തെ പ്രസവിച്ചു, ഇന്നലെ രാത്രി. പിന്നെയും പെൺകുട്ടി. ഞാൻ ചെട്ടിച്ചിട്ട് അവിടെ പോയിട്ട് വരാ. ദാസേട്ടന് മുളകോപ്പട ഇഷ്ടാത്രേ. വരണില്ലേ? കുട്ടിയെ കാണണ്ടേ? നല്ല നിറം, എന്ത് മുടിയശുണ്ടോ? ഞാൻ പിന്നെ വരാം, കുളിയും കൂടി കഴിഞ്ഞിട്ടില്ല. നിക്കോ കുട്ടി, ഏട്ടൻ എന്തൊക്കെ തമാശ പറയച്ചുണ്ടോ? അമ്മണിക്ക് ഇംഗ്ലീഷ് അറിയോ? എന്തിനാ? കഷ്ണോ മുറിയൊക്കെ കേട്ടാൽ അറിയും. ഏട്ടൻ അതും ഇതൊക്കെ പറഞ്ഞു തരും. പഠിക്കാൻ പറയും. ഇനി ഇപ്പോഴാ പഠിപ്പ്. സ്വീറ്റ് എൻച്ച എന്താ? അത് മധുരമുള്ളതിനൊക്കെ പറയും. മിഠായി, ലഡു ഒക്കെ സ്വീറ്റാ. സേഫ് എൻച്ച എന്താ? സേഫ് സേഫ് അലമാരിക്കാ പറയാൻ തോന്നി. നിന്നോട് ആരാ ഇംഗ്ലീഷിൽ എത്ര അടിക്കുന്നത്? ആരുമില്ല, വെറുതെ ചോദിക്കുക. പോട്ടെ കുട്ടി, സൂക്ഷിച്ചോ. ഇംഗ്ലീഷ് തുടങ്ങിയാ സൂക്ഷിച്ചോ. MA കാരനുള്ള വീടല്ലേ. വേറെ ചിലരുടെ ഇംഗ്ലീഷ് എന്റെ അടുത്തും കൂടുന്നുണ്ട്. ആരാ? തെറ്റായി വിചാരിക്കാൻ കൂടി പാടില്ലാത്തവരാന്ന് വെച്ചോളൂ. കുട്ടിക്ക് പ്രാന്താ. കുറച്ചൊരു എരിവും കൂടി വേണ്ടിയിരുന്നല്ലേ? അബോഗ്രെ, അച്ഛനേരെ വന്നവിടെ. ഹരിദാസിന് ഒരു കമ്പി ഉണ്ടായിരുന്നു. ഇതാ കുട്ടി ശങ്കരമേനോൻ. ഇയാളാ തറവാട്ടിലെ ആളാ, ഇയാൾ കൊടുത്തോളും. മേനെ അതിലൊന്ന് ഒപ്പിടൂ. ഞാൻ എന്റെ ആയുസിനിടയിൽ കമ്പിയിൽ ഒപ്പിട്ടിട്ടില്ല, എന്നിട്ട് ഒപ്പിടാനും ചെയ്യാറില്ല. ആരാശോട്ടെ. അല്ല, ഹരിദാസ് മേനല്ലേ കമ്പിയാണ്. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞാൽ ഒപ്പിടില്ല. ഇത് പുലിവാലായല്ലോ, ഒപ്പിട്. മനസ്സിലായ പറഞ്ഞാൽ മനസ്സിലാക്കണം. ആ അച്ഛനാരപ്പാണ്ട് പോയിട്ടുള്ളൂ. നിങ്ങൾ അയാളെ കൊടുത്താ മതി. ശരി, ഉപ്പ് കുറവാ തോന്നല്ലേ? അവക്കറ കുറച്ച് ഉപ്പിട്ട് കൊടുക്ക്. വേണ്ട. അച്ഛനേരെ ഹരിദാസിന് ഒരു കമ്പിയുണ്ട്. കമ്പിയോ? അതെ, ഹരിദാസിനെ. ഇതിലൊന്ന് ഒപ്പിടൂ. എനിക്ക് ഒപ്പിടാം. കമ്പിയിൽ ആർക്കും ഒപ്പിടാം. ഓ, അച്ഛനേരെ കിഴക്കുംപാട്ട കറണ്ടിന്റെ ബില്ല് കെട്ടിയില്ലല്ലോ. ഓടോടുന്ന കരണ്ട് കമ്പിയാണ് ഹരിദാസിന്. മാറും. അച്ഛനേരെ അവിടെ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ നേരമില്ല കുമാര, ഹരിദാസിന്റെ കമ്പി. അച്ഛന്മാരെ കിഴക്കമ്പാട്ടെ കൊയ്യാ. മാറി അവിടെ നിന്ന് കൊയ്പ്പല്ല, കമ്പി. ഓ, മാറുകയില്ല. ഹരിദാസൻ ജയിച്ചു. 1ാം ക്ലാസ് അതിനപ്പുറം ഉണ്ട്. അച്ഛന്മാരിപ്പൊ കമ്പി കൊണ്ടുവന്നു. എന്താ കുഞ്ഞുമാളു? അമ്മേ,
നമുക്കിന്നൊരു പായസം വെക്കേ. വേണ്ട കുട്ടി, അമ്പലത്തിൽ പണപ്പായസന് അച്ഛനാരെ കയ്യിൽ കാശ് കൊടുക്കാൻ പോവാ ഞാൻ. എന്റെ മോന്റെ മോൻ വന്നിട്ടുണ്ട്. 5-8 കൊല്ലായി അവന്റെ ഒരു വിവരവും ഇല്ല. ഇപ്പോഴാ വരണേ. അവന് റൊട്ടിപ്പീടിയയില് പണിയാണ്. തള്ളയ്ക്ക് സഹായത്തിനൊരാളായല്ലോ. അവൻ ഇവിടെ നിന്ന് അലക്കിന് സഹായിക്കാൻ ആളായി. 4 ആളുടെ പണി ഒറ്റയ്ക്ക് ചെയ്യും. പക്ഷെ വന്ന് അങ്ങോട്ട് പോവാൻ തിരക്കൂട്ടുക. കുഞ്ഞുമാളോ, ഒന്നങ്ങോട്ട് വരൂ. കൈ ഒഴിഞ്ഞിട്ട് മതി. നിന്റെ അപ്പുട്ടേട്ടൻ വന്നിട്ടുണ്ട് കുഞ്ഞുമാളും. ആങ്ങള് പറയാണ് അവൻ ഇവിടെ തന്നെ നിർത്തുക നല്ലതെന്ന്. ആലോചിച്ചപ്പോ ഒരു വഴിയാ കണ്ടത്. ഇവളെ അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. അപ്പൊ തന്നെ ഇവിടെ നിന്നോളും. അവൾക്ക് 10-17 വയസ്സായില്ലേ? അമ്മ ഉറങ്ങുന്നു. മോളിൽ വാ. എന്താ ഒരു ദുഃഖം? എന്തോ എനിക്ക് പേടിയാവുന്നു. എന്തിന്? നിനക്ക് ഞാനില്ലേ? അടുപ്പത്ത് ഞാൻ നോക്കാം. നീ വൈദ്യുതി പിന്നെ സഹചരാതി തൈലം വാങ്ങിക്കൊണ്ട്. അച്ഛനായിരുന്നു വരണ്ടാവില്ല. മുകളിലേക്കുള്ള ചായ അത് ഞാൻ കൊടുക്കാം. ഇപ്പൊ വേണ്ട. പിന്നെപ്പോൾ? എപ്പോഴും. എനിക്ക് ഒരു ജോലി കൂടി ശരിയാകണം. അതിന് നിന്റെ കയ്യിൽ സ്പെഷ്യൽ പ്രാർത്ഥന വല്ലതും ഉണ്ടോ? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ഉറുപ്പ് തരുമോ? എന്തിന്? ആവശ്യമുണ്ട്. ഇതൊന്നും വേണ്ട, ഒരു ഉറുപ്പ് മതി. രാത്രി ഭഗവാനെ, കുട്ടിയുടെ പ്രാർത്ഥന എപ്പോഴും ഫലിക്കുമല്ലേ? എല്ലാം ഭഗവാൻ നിശ്ചയിക്കണ പോലെ വരും. ഞാൻ കുറെ പ്രാർത്ഥിച്ചു നോക്കി. എല്ലാ കണക്കും എപ്പോഴും തെറ്റിയിട്ടേ ഉള്ളൂ എനിക്ക്. എന്താ അമ്മണി? ഒന്നുമില്ല.
അക്കരയെന്നാ. എന്റെ ബന്ധത്തിലൊരു കുട്ടിയുണ്ട്, ഇവിടെ ജോലിക്ക് നിൽക്കണം, ഒന്ന് കാണണം. എനിക്ക് നാട്ടിൽ നിൽക്കാൻ നേരമില്ല. ടൗണിൽ ബേക്കറിലെ ജോലി, എനിക്ക് ഉടനെ പോണം. അതിനു മുമ്പ് ഞങ്ങളുടെ ചില വീട്ടുകാര്യങ്ങൾ ശരിയാക്കണം. എനിക്ക് തിരക്കുണ്ട്. എനിക്കിവിടെ പണിയുണ്ടെന്ന് അമ്മ പറഞ്ഞാ മതി. ചെന്നിട്ട് വിവരം ചോദിക്ക്. കാണാൻ പറ്റില്ല എന്ന് ഞാൻ എങ്ങനെയാ പറയാ? ചിലപ്പോ ഒരു പെണ്ണ് കാണല് കൂടെ ആവൂ. ആരും അങ്ങനെ എന്നെ കാണണ്ട. അതൊക്കെ എല്ലാ പെൺകുട്ടികളും പറയാറുള്ളത് തന്നെയാ. ചെല്ല്. ആ, അയാൾക്ക് ചായയുടെ വെള്ളം കൊടുക്ക്. പിന്നെ ഉണ്ണാൻ നിക്കണുണ്ടേ ഉണ്ടോളാനും പറയൂ കേട്ടോ. കുഞ്ഞുമാളോ, ഞാൻ നാട്ടിലേക്ക് പോന്നു. വല്യമ്മ പറഞ്ഞു. നിനക്ക് ഇവിടെ സുഖാണോ? ഇവിടെ ആരൊക്കെയുണ്ട്? അധികം ആരുമില്ല. അമ്മയുണ്ട്, പിന്നെ ഇപ്പോ അമ്മയുടെ മകനും. ഓ, ഇപ്പൊ കണ്ട ആൾ. അവിടെ എനിക്ക് 15 രൂപയുടെ കാശ് കിട്ടും, ചിലപ്പോ 20. പക്ഷേ ഇനി പോണ്ടെന്ന് അച്ചമ്മയ്ക്ക് ശാഠ്യം. നിന്റെ അഭിപ്രായം അറിയണം. നീ എന്നാ അങ്ങോട്ട് വരണത്? അതറിഞ്ഞിട്ട് വരാനാ അച്ഛനും അച്ഛമ്മ എന്നെ അയച്ചത്. നീ എന്തോന്നും മിണ്ടാത്തേ? അമ്മയോട് ചോദിക്കണം. ഇവരുടെ സൗകര്യം നോക്കി എന്റെ കാര്യം തീരുമാനിക്കാൻ പറ്റില്ല. എനിക്ക് ടൗണിൽ കഴിയാൻ ഒരു പ്രയാസമില്ല. പിന്നെ ആ തള്ള പറയുമ്പോ പതുക്കെ ഇവിടെ കേൾക്കാൻ തക്കവണ്ണം ശബ്ദമിട്ടാൽ മതി. വെള്ളിയാഴ്ച നീ അങ്ങോട്ട് വരണം. വരികയാണെങ്കിൽ താമസിച്ച് ഞാൻ എന്റെ പാട്ടിന് പോവും. അച്ഛമ്മയെല്ലാം ആര് പറഞ്ഞാലും. ചായ വേണ്ട, ഞാൻ പീടിയെന്ന് കഴിച്ചോളാം. വെള്ളിയാഴ്ച കഴിയുമെങ്കിൽ അതിനു മുമ്പ്.